ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, എൻ്റെ ഡെലിവറിക്ക് ശേഷം എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ടാമത്തെ പ്രോഡക്റ്റിനെ കുറിച്ചാണ്. അത് ഫീഡിങ് പില്ലോയാണ്. കാരണം ആദ്യത്തെ ദിവസമൊക്കെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പം നേഴ്സുമാരുടെയൊക്കെ സപ്പോർട്ടോടെ നമ്മൾ ഫീഡ് ചെയ്യും. നെക്സ്റ്റ് ഡേ തൊട്ട് മദറിൻ്റെയോ അല്ലെങ്കിൽ മദറിൻ്റെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഒക്കെ സപ്പോർട്ടോടെ നമ്മൾ ഫീഡ് ചെയ്യും. ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഫീഡ് ചെയ്യുന്നത്. അപ്പം പൊതുവേ നമുക്ക് ഫീഡിങ് എന്ന് പറയുന്നത് ഒരു ഡിസ്കംഫോർട്ടായിട്ടുള്ളൊരു പരിപാടിയായിട്ട് നമുക്ക് തോന്നും. കാരണം ഒരു 20 to 30 മിനിറ്റ്സ് ഒക്കെ നമ്മൾ ഫീഡ് ചെയ്യാൻ നേരം നമ്മളുടെ ഷോൾഡറൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫീഡ് ചെയ്യുമ്പോഴത്തേക്കിനും ആ ഒരു 20 to 30 മിനിറ്റ്സ് ഒക്കെ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ടും ഡിസ്കംഫോർട്ടായി വരും. എനിക്കത് ഡിസ്കംഫോർട്ടായിരുന്നു. പിന്നെ ഞാൻ പയ്യെ ആമസോണിൽ നിന്നൊക്കെ ഒരു പ്രീമിയം വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചുള്ള ഒരു ഫീഡിംഗ് പില്ലോ ഓർഡർ ചെയ്തു. അത് വന്നതിന് ശേഷം അതിനൊരു ഔട്ടർ ലെയർ കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബേബിനെ കിടത്തുമ്പോൾ ബേബിൻ്റെ ബാക്കോ അല്ലെങ്കിൽ സ്ലിപ്പായി പോകുന്ന ടെൻഷനൊന്നും ഇല്ലാതെ തന്നെ ആ ഒരു ബാക്ക് സപ്പോർട്ടൂടെ കൊടുത്ത് എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റി. സോ അതിന് ആ ഫീഡിംഗ് പില്ലോയ്ക്ക് ഇങ്ങനെ ബാക്ക് സപ്പോർട്ടോട് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് എനിക്ക് ബാക്ക് പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്ത് തന്നെ ഇരുത്തി ഫീഡ് ചെയ്യാൻ പറ്റി. അച്ഛന് ഊമമ്മ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ആകാംക്ഷയാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ബേബി വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, മൊത്തത്തിൽ നമുക്കൊരു ടെൻഷനാണ്, ഒരു കൺഫ്യൂഷനാണ് അല്ലേ. നമുക്കൊരു ആകാംക്ഷയോട് കൂടി നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുക. ഞാനാണെന്നുണ്ടെങ്കിൽ ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ക്യാരി ബാഗ് തുടങ്ങിയ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചു. പക്ഷേ യാതൊന്നും എനിക്ക് ഉപയോഗപ്പെട്ടില്ല. കാരണം ക്യാരി ബാഗിലൊക്കെ ഇടുന്ന 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ ഭാഗത്ത് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ അതൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, അതായത് ഈ ഒരു 4ാമത്തെ മാസം വരെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വെറും 2 പ്രോഡക്റ്റ്സേ ഉള്ളൂ. അത് ഒന്നെന്ന് പറയുന്നത് ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പും, രണ്ടാമെന്ന് പറയുന്നത് ഫീഡിംഗ് പില്ലോയുമാണ്. ബാക്കി ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ്സ് എല്ലാം ഇപ്പം വെറുതെ ഇരിക്കുകയാണ്. പിന്നീട് എനിക്ക് യൂസ്ഫുൾ ആവുമെന്ന് അറിയത്തില്ല. പക്ഷേ ഈ ഒരു 4 മാസം എനിക്ക് അതൊന്നും യൂസ് ആയിട്ടില്ല. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ന്യൂമംസ് ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ന്യൂമംസ് ആകാൻ വേണ്ടി റെഡി ആയിട്ടുള്ളവരൊക്കെ കാണും. അപ്പോൾ അവരൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ വാങ്ങിച്ച് നേരത്തെ നമ്മൾ വാങ്ങിച്ച് വെക്കണമെന്ന് നമ്മൾ കൂടുതൽ ആലോചിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഇനിഷ്യേറ്റീവായിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാങ്ങിക്കുന്ന 2 പ്രോഡക്റ്റാണ്. ഒന്ന് ഫീഡിംഗ് പില്ലോയും, 2 ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പുമാണ്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെ സാധനങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ്. ആ വീഡിയോയായി അടുത്ത ദിവസം കാണുമായിരിക്കും. ബൈ ബൈ.